ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോ ഓൾറെഡി നമ്മൾ വാട്ടർ ലില്ലി പ്ലാന്റ്സ് സെയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് സെയിലായിപ്പോയി, നമുക്ക് അയക്കുകയും ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുകയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ലോട്ടസിൻ്റെ സെയിലാണ്. ഇനി നമ്മുടെ വാട്ടർ ലില്ലി സെയിലിനുണ്ട്, പക്ഷേ ലോട്ടസ് ഇപ്പം കുറച്ച് അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് കണ്ടിന്യൂഷനായിട്ട് ലോട്ടസിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോട്ടസ് അത് അപ്ലോഡ് ചെയ്യുന്നതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. വെറുതെ ട്യൂബറിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അതാണ് ഇതാണെന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സഹിതം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ട്യൂബർ കണ്ട് ബോധ്യമായതിനു ശേഷം മാത്രം എൻക്വയറി ചെയ്യാം. വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ നൽകേണ്ടത്. ഞാൻ ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. വിളിച്ചാൽ കിട്ടണമെന്നില്ല, അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. വിളിച്ചാൽ എല്ലാ സമയത്തും കിട്ടണമെന്നില്ല, കുട്ടികളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വാട്സപ്പിൽ കൂടെ മെസ്സേജ് ചെയ്യാൻ തന്നെ നോക്കുക. ആദ്യത്തെ വെറൈറ്റി സഹസ്രദള പത്മം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് 1000 പെറ്റൽ UTP എന്നൊക്കെ അറിയപ്പെടുന്ന താമരയാണ്. നമ്മളിത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എൻക്വയറി ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു ട്യൂബർ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ട്യൂബർ ഉണ്ടെന്ന് മനസ്സിലായി. ഇത്തവണ നമുക്ക് ഫ്ലവർ ഉണ്ടായിട്ടില്ല, അപ്പോൾ റീപോർട്ട് ചെയ്ത് വെക്കണം. ഇനി വരാൻ പോകുന്നത് മഴയും വെയിലും ഒക്കെ ഉള്ള നല്ലൊരു ക്ലൈമറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ ഇത് ഫ്ലവർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത്യാവശ്യം നല്ല വെയിലും ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഫ്ലവർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റീപോർട്ട് ചെയ്ത് വെക്കാം എന്ന് വിചാരിക്കുന്നു. ഒരുപാട് എൻക്വയറി വരുന്ന ഒരു വെറൈറ്റിയാണ് അൾട്ടിമേറ്റ് 1000 പെറ്റൽ. പക്ഷേ പലർക്കും അറിയുമോയെന്നറിയില്ല, ഇത് എല്ലാ വർഷവും പൂക്കണമെന്നോ എല്ലാ സാഹചര്യത്തിലും പൂക്കണമെന്നോ ഇല്ല. ചിലപ്പോൾ വർഷങ്ങളെടുക്കും പൂക്കാൻ. എനിക്ക് 5 വർഷത്തോളം എടുത്തു ഫ്ലവർ ആവാൻ. അപ്പം ഓരോ വർഷവും റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആയിട്ട് വരും. അതിന് കറക്റ്റായിട്ട് ഫെർട്ടിലൈസറും ക്ലൈമറ്റും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് ഫ്ലവർ ആവുന്നത്. എല്ലാ വർഷവും പൂക്കുന്നവരും കാണും. അപ്പോൾ ഇത് പറയാൻ പറ്റത്തില്ല, അങ്ങനൊരു റിസ്ക് അതിൻ്റെ പുറകിലുണ്ട്. ലാർജ് കൾട്ടിവറാണ്. നമ്മുടെ 20 ഇഞ്ച് പോട്ടുകളിലും ഫ്ലവർ ഉണ്ടാവാറുണ്ട്. എന്നാലും കൂടുതൽ സ്പേസ് കൊടുക്കുന്നതനുസരിച്ച് ഫ്ലവർ ആവാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റി ലക്ഷ്മി എന്ന് പറയുന്ന ലോട്ടസാണ്. ഈ കാണുന്ന ലോട്ടസാണ് 1000 പെറ്റൽ പോലെ, എന്നാൽ അത്രയും പെറ്റൽ കൗണ്ട് ഇല്ല, എന്നാലും നന്നായിട്ട് പെറ്റൽ കൗണ്ട് ഉള്ളൊരു വെറൈറ്റിയാണ്. സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നട്ട് കഴിഞ്ഞാൽ 1 മന്തിൽ തന്നെ ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഒരുപാട് ഫ്ലവർ ഉണ്ടായിട്ട് പിന്നെ ഡോർമെൻ്റായിപ്പം അങ്ങനൊരു വെറൈറ്റിയാണ്. ഏകദേശം 3 ട്യൂബറോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ ട്യൂബർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിട്ടിയ ട്യൂബറിൻ്റെ സൈസ് തന്നെ ഇതാണ്. അടുത്ത വെറൈറ്റി മുച്ച എന്ന് പറയുന്ന ഈ വെറൈറ്റിയാണ്. ഭയങ്കര വലിയ സൈസിൽ ഫ്ലവർ കിട്ടുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂം ചെയ്യുന്ന നല്ലൊരു വെറൈറ്റിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന മാത്രമല്ല, നന്നായിട്ട് ട്യൂബർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വെറൈറ്റി കൂടിയാണ്. ഈ തക്കുടുമുണ്ടും ട്യൂബറെല്ലാം അതിനകത്തുനിന്ന് ഒരു ടബിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഇനിയും വേറെ ടബുകൾ ഇളക്കാനുണ്ട്. ജസ്റ്റ് ഒരു ടബ് ഇളക്കിയപ്പോൾ തന്നെ ഇത്രയും ട്യൂബേഴ്സ് കിട്ടിയതാണ്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് കറുത്ത് പൊങ്ങിക്കിടക്കുന്ന സാധനം കണ്ടോ, അത് വേറൊന്നുമല്ല, ആട്ടുംപുഴുക്കയാണ്. ആട്ടുംപുഴുക്ക് നമ്മൾ ഇത്തവണ ഞാൻ ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഇത്തവണ ഞാൻ ചാണകപ്പൊടി എൻ്റെ അധികം ഇല്ല, ആട്ടും കാഷ്ടമാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് പൊടിഞ്ഞ ആട്ടും കാഷ്ടത്തിൻ്റെ കൂട്ടത്തിൽ ഒരുപാടെണ്ണം പൊടിയാതെ അതുപോലെ തന്നെ കിടക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഈ സാധനം എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ആട്ടും കാഷ്ടം പൊടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കിടക്കുന്നു. എത്ര വർഷം കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ തന്നെ കിടക്കും. അതാണ് തന്നെ ഈ കാണുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏറ്റവും അടിയിൽ നിന്നാണല്ലോ ഇത് പൊക്കിയെടുക്കുന്നത്. ആ കൂട്ടത്തിൽ പൊടിയാതെ കിടന്ന സാധനമെല്ലാം പൊങ്ങി മേടി വന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമ്മളെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ട്യൂബേഴ്സ്, മുച്ചയിൽ കിട്ടിയേക്കുന്ന ട്യൂബേഴ്സ്. പക്ഷെ നമ്മൾ എടുക്കുന്ന ഇടയിൽ ഒരു വലിയ ട്യൂബറിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഗ്രോട്ടിപ്പം ഒടിഞ്ഞു പോയി. പക്ഷേ അതിനകത്ത് വേറെ ഗ്രോട്ടിപ്പുകൾ 3-4 ഗ്രോട്ടിപ്പൊക്കെ വേറെ ഉണ്ടെന്നാലും അത് നല്ല വലിപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഗ്രോട്ടിപ്പ് ഒടിഞ്ഞു പോയി. അതാണ് തന്നെ ഉണ്ടോ, ഇതിൻ്റെ അറ്റമാണ് ഒടിഞ്ഞു പോയത്. പക്ഷേ ഇതിനകത്ത് വേറെ 2-3 ഗ്രോട്ടിപ്പുകളുണ്ട്. ഇതിൽ ഈ കാണുന്ന ഈ കുഞ്ഞു ഭാഗം നട്ടാൽ തന്നെ ഈ ഒടിഞ്ഞു പോയി ഈ ഒരു പാട്ട് നട്ടാൽ തന്നെ കിളിയും. കാരണം ഗ്രോട്ടിപ്പ് അത്രയും ഹെൽത്തി ആയതുകൊണ്ട് അതിൽ നിന്ന് മുന്നോട്ട് കിളിർക്കും. ഞാൻ ജസ്റ്റ് കാണിക്കുന്ന വഴിക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ചെറിയ ട്യൂബേഴ്സും ഇത്രയും വലിപ്പമില്ലാത്ത ട്യൂബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ചെറിയ ട്യൂബേഴ്സിന് അത്രയും വില കാണില്ല, വലിയ ഡിഫറൻസ് കാണും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ട്യൂബേഴ്സ്. അപ്പോൾ വലിയ ട്യൂബേഴ്സും ചെറിയ ട്യൂബേഴ്സിൻ്റെയൊക്കെ ഏകദേശം ഒരു വലിപ്പം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതാണ് ഉള്ള മുച്ചയുടെ ട്യൂബർ. തീരെ ചെറിയ ട്യൂബർ നമ്മൾ കൊടുക്കത്തില്ല, നമ്മൾ തന്നെ നട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. തീരെ ചെറിയ ട്യൂബർ ഞാൻ കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണം അത് നല്ല റിസ്ക്കാണ്. കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ കിളിപ്പിച്ചെടുക്കാം, ചീത്തയായി പോവാം. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ നിസ്സാരമായിട്ട് വിലയ്ക്ക് മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഇത്രയും രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടേക്കും. കറക്റ്റ് കെയറോ കാര്യങ്ങളോ കൊടുക്കാതെ ആ സാധനം ചീത്തയായി പോകും. ചീത്തയായി കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ ചീത്തയായി പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. നമ്മളത് പിന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോകണം. അങ്ങനെ ഭയങ്കര അതിൻ്റെ പുറകെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്
അങ്ങനെ ഏറ്റവും തീരെ ചെറിയ ട്യൂബേഴ്സ് ഒന്നും കൊടുക്കാത്ത കൊടുക്കുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ട്യൂബർ മഹിമ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന റെഡ് കളറിലെ വെറൈറ്റിയാണ്. നന്നായിട്ട് ബ്ലൂം ചെയ്യുന്നത് മാത്രമല്ല നല്ല വലിപ്പമുള്ള ട്യൂബേഴ്സ് നമുക്ക് കിട്ടും. ഫ്ലവർ ആണെങ്കിലും നല്ല സൈസിലുള്ള ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ്. നമുക്കിതിൻ്റെ ട്യൂബേഴ്സ് കിട്ടിയിരിക്കുന്നത് ഈ സൈസിലുള്ള ട്യൂബേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. കുറേ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്യൂബേഴ്സ്. ഇതിനൊന്നും വലിയ വിലയുള്ള ട്യൂബേഴ്സ് അല്ല. അടുത്തത് കർണ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം നന്നായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. നമ്മൾ ഓൾറെഡി അപ്രൂട്ട് ചെയ്തതായിരുന്നു. കാരണം എൻക്വയറി വന്ന സമയത്ത് അപ്രൂട്ട് ചെയ്തതാണ്. അതിനകത്തൊന്നും ഒത്തിരി ട്യൂബറൊന്നും കിട്ടില്ല. നമുക്ക് 2-3 ട്യൂബറേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മളിങ്ങനെ വെള്ളത്തിൽ തന്നെ ഫ്ലോട്ട് ചെയ്തിട്ടിരുന്നു. അപ്പോൾ പിന്നെയും അത് ഒരു ചെറിയ ട്യൂബർ ഉണ്ടായിരുന്നു, അത്യാവശ്യം വളർന്ന് വലിയൊരു ട്യൂബറായിട്ട് കിട്ടി. അപ്പോൾ ഈ ഒരൊറ്റ ട്യൂബർ എൻ്റെ ബാലൻസ് ഇനിയേ ഉള്ളൂ. അടുത്ത് വന്നേക്കുന്നത് D9 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരുപാട് ഷോർട്സ് നമ്മൾ ഓൾറെഡി യൂട്യൂബിനകത്ത് ഇട്ട് കഴിഞ്ഞു. നല്ല വലുപ്പത്തിൽ നല്ല വലിയ ഫ്ലവർ, നല്ല ഷേപ്പോട് ബഡാണെങ്കിലും നല്ല തിക്കായിട്ട് വരുന്ന നല്ല വലിയ വലുപ്പത്തിൽ ബഡും നല്ല പെറ്റൽ കൗണ്ടും നല്ല കളറും ഒക്കെ ഉള്ളൊരു വെറൈറ്റിയാണ്. ട്രോപ്പിക്കൽ വെറൈറ്റി അല്ല, സെമി ട്രോപ്പിക്കൽ എന്നൊക്കെ പറയാൻ പറ്റും. ഒത്തിരി ഫ്ലവറുകളൊന്നും കിട്ടില്ല, എന്നാൽ കുറച്ച് ഫ്ലവറുകൾ കിട്ടും. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല കളറുമാണ്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. 2 ടബ് നമ്മൾ ഇളക്കിയപ്പോൾ തന്നെ ഒരുപാട് ട്യൂബേഴ്സ് കിട്ടി. അപ്പോൾ ട്യൂബറിൻ്റെ സൈസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സൈസാണ്. ഒരു ടബിൽ ഇളക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, അധികം മൂക്കാത്ത ട്യൂബേഴ്സായിരുന്നു കിട്ടിയത്. നെക്സ്റ്റ് ടബ് ഇളക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മൂത്തത്, നല്ല ഭയങ്കര വലിപ്പം, ഇതിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ള ട്യൂബേഴ്സൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഞാൻ മൊത്തത്തിലുള്ള ട്യൂബേഴ്സ് കാണിച്ചു തരാം. കണ്ടോ ട്യൂബിൻ്റെ വലിപ്പം കണ്ടോ, എന്നാ സൈസാണെന്ന് നോക്കാം. നല്ല നീളവും നല്ല വലിപ്പമുള്ള നല്ല തക്കടുമുന്ന ട്യൂബറുകളാണ് എല്ലാം കിട്ടിയേക്കുന്നത്. അടുത്ത് വന്നേക്കുന്നതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയത്തില്ല, പക്ഷെ നന്നായിട്ട് ബ്ലൂം ചെയ്ത നല്ല വലിപ്പമുള്ള റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. റെഡ് ലഗൂണാണോ എന്നൊരു ഡൗട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് ഐഡിയ മനസ്സിലായില്ല. നന്നായിട്ട് ട്യൂബർ ഉണ്ടായിട്ടുണ്ട്, കുറേ ഫ്ലവറുകൾ കിട്ടി. കുറേ ഫ്ലവറുകൾ കിട്ടിയതിന് ശേഷമാണ് ട്യൂബർ ഉണ്ടാക്കുന്നത്. ട്യൂബർ ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്യൂബേഴ്സ് എല്ലാം നല്ല വലിപ്പമായിട്ട്, ആട്ടുകാഷ്ടം ഇട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നോർമൽ ചാണകപ്പൊടി ഇടുന്നതിനെക്കാട്ടിലും 2 ഇരട്ടി വലിപ്പമുള്ള ട്യൂബേഴ്സാണ് ഓൾമോസ്റ്റ് എല്ലാത്തിലും കിട്ടിയേക്കുന്നത്. ചാണകപ്പൊടിക്ക് ഒരു ആട്ടുകാഷ്ടം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിഫറൻസ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പം ബാക്കിയുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുമല്ലോ, നമുക്ക് വലിപ്പമുള്ള ട്യൂബേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു വളം യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല വലിപ്പമുള്ള ട്യൂബേഴ്സാണ് കിട്ടിയേക്കുന്നത്. അടുത്തതായിട്ട് യെല്ലോ പിയോണിയാണ്. യെല്ലോ പിയോണി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ബ്ലൂം ചെയ്ത വെറൈറ്റിയാണ്. അതിൻ്റെ ട്യൂബർ പക്ഷേ അത്രയും വലിപ്പമില്ല. നമുക്ക് സാധാരണ യെല്ലോ പിയോണിക്കും അറിയാമല്ലോ, ഒത്തിരി വലിപ്പമുള്ള ട്യൂബേഴ്സ് കിട്ടാറില്ല. ഇത്തവണ അതുപോലെ തന്നെയാണ്, നോർമലായിട്ട് കിട്ടുന്ന ടൈപ്പിലെ ട്യൂബേഴ്സാണ് കിട്ടിയത്. കൂടാതെ ചന്ദ്രഭാഗ, തമോ എന്നീ 2 ലോട്ടസിൻ്റെ ട്യൂബറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മഴ വന്നത് കാരണം എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതും ഇതേപോലെ തന്നെ നല്ല വലിപ്പമുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഒന്നിൻ്റെയും ഒരു ലോട്ടസിൻ്റെയും റേറ്റ് പറഞ്ഞിട്ടില്ല. നമ്മുടെ വാട്ടർ ലില്ലിക്ക് പറഞ്ഞ സെയിം റീസൺ കൊണ്ട് തന്നെയാണ് ഇതിലും റേറ്റ് പറയാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂബർ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക, വിളിച്ചാൽ കിട്ടണമെന്നില്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.